അങ്ങനെ താത്താന്റെ വീട്ടിലെ സുഖവാസം കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അന്ന് വലിയ നാത്തൂനവിടെ വന്നിക്കണ്. അപ്പൊ വീട്ടിലെ ആളായി താത്ത സങ്കടപ്പെട്ടിരിക്കണ്. പോയി വരട്ടാ, കരയുന്നു പോയിട്ടാ. ഇന്നലെ രാത്രി കാക്ക വിളിച്ചിട്ടാണ് നാളെ വരുന്നേന്ന് പറഞ്ഞത്. അപ്പൊ മുതൽ തുടങ്ങിയ കരച്ചിലാണ്. വെറുതെ കരയ. നമ്മള് പോവാണ് കേട്ടോ. 4 ദിവസമൊക്കെ ഇവിടെ നിന്നു. അത്രയൊക്കെ മതിയില്ലമ്മത്താ. ഒരാള് കരയണം അപ്പുറത്ത് നിന്നിട്ട്. ഞാൻ പരക്കല്ല പോണ്. കൊറേ എന്നും വീട്ടില് പോയി വരണ കാരണം കൊറേ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ല കേട്ടോ. ചെറിയ കവറുള്ളൂ. പിന്നെ എൻ്റെ വെള്ളക്കുപ്പിയാണ്. അപ്പം ബൈ പോയി വരാം. അലയങ്കട മേലെ അങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിട്ടോ. ഡെയിലി ഇവിടെ വന്ന് പോക്കൊക്കെ ഉണ്ട്, പക്ഷെ നിൽക്കലവിടെ അല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, താത്തൊക്കെ വന്നോണ്ട്. ഞാൻ വന്നപ്പോൾ കാക്കപ്പോൾ കച്ചവടത്തിന് പോയി. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു വരുന്നൊരു കമൻറ്റാണ് കാക്കാക്ക് എന്താ ജോലി എന്നുള്ളത്. കാക്കാക്ക് ഇവിടെ ബിസിനസ്സാണ് കേട്ടോ. ആദ്യം ഖത്തറിലായിരുന്നു, പിന്നെ കൊറോണ ഒക്കെ ആയിട്ട് പിന്നെ അവിടേക്ക് പോക്ക് നിർത്തി. ഇപ്പം നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നട്ട്സിൻ്റെ ഈത്തപ്പഴം നട്ട്സ് അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് കേട്ടോ. അതെ, പിന്നെ മിഠായികൾ, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ എല്ലാതും ഏലക്ക, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ അവിടെ 2 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ചെറിയ പാക്കാക്കിയിട്ട് പാക്ക് ചെയ്യും. കാക്ക അത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും. തിരൂർ മാർക്കറ്റിലാണ് കേട്ടോ കച്ചവടം. അപ്പോൾ അതാണ് കാക്കാൻ്റെ ജോലി. പിന്നെ വേറൊരു കാക്കയും കൂടെ ഉണ്ട്. 2ാമത്തെ കാക്ക ഖത്തറിലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കമൻറ്റാണ് കാക്കാക്ക് എന്താ ജോലി എന്നുള്ളത്. അതിനുള്ളൊരു മറുപടി തന്നതാണ്. അങ്ങനെ നമ്മളെ കൊട്ടാരത്തിൽ വീണ്ടും തിരിച്ചെത്തി. ഇവിടെ എത്തുമ്പോൾ ആ ഒരു സുഖം സമാധാനമൊക്കെ വേറെ തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് വരണപ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. താത്താക്കൊക്കെ അവിടെ ഭയങ്കര സങ്കടമാണ്. അത് നല്ല രാത്രി തന്നെ കരച്ചിൽ തുടങ്ങിയിരിക്കണേ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ. താത്താക്ക് തന്നെ താത്താൻ്റെ മക്കളൊക്കെ പോയാൽ പിന്നെ താത്ത ഒറ്റക്കല്ലേ വൈകുന്നേരം വരെ വീട്ടിൽ. അപ്പോൾ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഒരു 3-4 ദിവസമാണെങ്കിലും ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു താത്താക്ക്. പിന്നെ അനിയത്തികൾ കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു സന്തോഷം വേറെ ആവില്ല ഏട്ടത്തികൾക്ക്. അപ്പോൾ അതാണ് താത്താക്ക് വലിയ സങ്കടം കേട്ടോ. ഞാൻ വന്നപ്പോൾ ഞാൻ കുറേ ദിവസമൊക്കെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടില്ലേന്ന് താത്ത കേട്ടോ. പിന്നെ നാത്തു വന്നപ്പോൾ ഇവിടെ ഇനി നാത്തുവിന് ഒറ്റക്കാവുമല്ലോ, പിന്നെ എന്തായാലും വരാണ്ടിരിക്കാൻ കഴിയൂല. അങ്ങനെ വന്നതാണ് കേട്ടോ. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളായിരിക്കും കേട്ടോ. മീനെ വരുമ്പോൾ കൊടുന്നതാ കേട്ടോ. കുഞ്ഞമ്പത്തിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ചോറ് ഇതാ വാർക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ദിവസം അപ്ലോഡ് ആക്കാനുള്ള വീഡിയോ. അപ്പം ഞാൻ അതിമ നിന്നു. ഒരുപാട് ടൈം എടുക്കും കേട്ടോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നാത്തൂന് ഇവിടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മീൻ പൊരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മീൻ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2-3 ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇതാ ടൈം ഏകദേശം വൈകുന്നേരം 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് അടിച്ചു വാരി തുടക്കാനൊക്കെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്നിട്ട് അങ്ങനെ കുറേ ടൈം പോയി. പിന്നെ താത്താൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ 11:30 കഴിഞ്ഞിരിക്കണം കേട്ടോ. ആ ഒരു ടൈമിലാണ് വരുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കുന്നത്. ഒരു 3 ദിവസം ഈ വീട് ആളില്ലാതായിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി ലൈറ്റിൻ്റെ അവിടെയൊക്കെ മാറാല കെട്ടിയിട്ടുണ്ട് കേട്ടോ.
ലൈറ്റിൻ്റെ അവിടെ നിന്നല്ല, ഓരോ മുക്കും മൂലയും നോക്കണോടത്തൊക്കെ ഈ ഒരു മാറാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു ചൂലറ്റിന് ജസ്റ്റ് തട്ടി കൊടുത്തേക്കാണ്ട് എല്ലായിടത്തും അടിച്ചു വരികയാണ്. അടിച്ച് വരക്കാണ്ട് അപ്പം തന്നെ തുടക്കലും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്ലാണ്ട് ചളിയൊന്നും ഇല്ലേന്ന്. പക്ഷെ ഇനി ഇപ്പോൾ ഇവിടെ നിൽക്കണമല്ല, അപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ വെച്ചിട്ട് തുടക്കലും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി സാധാരണ പോലത്തെ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നല്ലപോലൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വരണം എന്നൊക്കെ വിചാരിച്ച ദിവസമായിരുന്നു കേട്ടോ താത്തൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷെ താത്ത ഇന്നലെ രാത്രി മുതൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഒന്നും കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ സ്ഥിരം നിൽക്കാനൊന്നും കഴിയില്ലല്ലോ. ഇവിടെ ഇപ്പോൾ എന്തായാലും കണ്ട് വരണം. എനിക്ക് ഫസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോയ ഒരു ദിവസം അവിടെ നിൽക്കാൻ ഭയങ്കര ഇടങ്ങേറായിരുന്നു കേട്ടോ. ആകമാനൊക്കെ പറ്റിയുള്ള ഓർമ്മകളായിരുന്നു. പിന്നെ അവിടെ ഉണ്ട് സെറ്റായി, കുഴപ്പമില്ലാണ്ടായി. പക്ഷെ അപ്പോത്തിന് ഇങ്ങോട്ടും വരാനായിട്ടോ. അത് തന്നെ ഞാൻ കുറേ ദിവസമൊക്കെ അവിടെ നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ, അത് ഞാൻ തന്നെ വീട്ടിലത്തെ ഒരു ഡേ മൈ ലൈഫ് എന്നുള്ള ഇന്നലത്തെ വീഡിയോ. അതിൽ നമ്മളെ കണ്ണാപ്പി പൂച്ച ഉണ്ടല്ലോ, അത് അടുക്കളയ്ക്ക് വന്ന ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നല്ലോ. എനിക്ക് 1-2 ആൾക്കാരുടെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂച്ചനെങ്ങനെ അടുക്കളയ്ക്ക് കൊണ്ടുവരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അവരോട് ആ ഒരു പൂച്ച മാത്രമല്ല കേട്ടോ ഉള്ളത്, 8-10 പൂച്ചകളൊക്കെ ഉണ്ട് ആ ഒരു വീട്ടില്. പക്ഷെ ഒറ്റ ഒരാളെയും അകത്തേക്ക് കൊണ്ടുവരില്ല കേട്ടോ. വീടിന്റെ അകത്തേക്ക് ആരും കയറ്റലില്ല. ടെറസിന്റെ മേലെ അവർക്കായിട്ടൊരു കൂടുണ്ട്, അതിലാണ് കേട്ടോ അവര് കെടുത്തല്. അതിന് അവര് അരക്കലില്ല. പിന്നെ ഫസ്റ്റ് ഞാൻ പോയ അന്ന് 2 പൂച്ചകളെ ഇറക്കിയിരുന്നത് ഞാൻ പറഞ്ഞിട്ട് എന്റെ നിർബന്ധത്താല് ഇറക്കിയതായിരുന്നു കേട്ടോ. അത് ഹാളിൽ മാത്രം അങ്ങനെ നടന്നിട്ടുള്ളായിരുന്നു. പിന്നെ ഇന്നലത്തെ ഒരു പൂച്ചനെ അടുക്കളയെ കണ്ടല്ലോ, അത് ആ അടുക്കളയത്തെ ഡോറ് തുറന്നിട്ടപ്പം ഈ പൂച്ച കൂട് വൃത്തിയാക്കാൻ വേണ്ടി പോയപ്പോൾ അവര് കൂട് തുറന്നപ്പോൾ പെട്ടെന്ന് ഇറങ്ങി താഴേക്ക് വന്നാണ് കേട്ടോ. അതിൽ 2 പൂച്ചകൾ മാത്രം താഴേക്ക്, കൂട് തുറന്നാല് വേഗം താഴേക്ക് ഇറങ്ങി വരുള്ളൂ. ബാക്കിയുള്ള ആരും അങ്ങനെ കൂട്ടുന്ന ഇറങ്ങലില്ലാന്ന് തോന്നണം കേട്ടോ. ഈ പൂച്ച കൂട് തുറന്ന പാട് ഇറങ്ങി ഓടിയായിട്ടാണ് അങ്ങനെ അടുക്കളന്റെ സ്ലാബുമൊക്കെ കയറിയാണ് കേട്ടോ. രോമം കൊഴിച്ചിട്ട് തന്നെ ആരും കയറ്റലില്ല കേട്ടോ. ഞാൻ പോയാൽ ചിലപ്പോൾ എനിക്കൊന്ന് തൊടാനും ഇതാക്കാനൊക്കെ ഞാൻ ഹിതമോളെ കൊണ്ട് 1-2 താഴത്തേക്ക് ഇങ്ങനെ ഇറക്കിക്കണാണ് കേട്ടോ. അതിനൊത്ത് അത് സമ്മതിക്കലൊന്നുമില്ല. എനിക്കിപ്പോൾ അലർജിന്റെ പ്രശ്നവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് രോമൊക്കെ എല്ലായിടത്തും ആവും എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കലില്ല. പക്ഷെ എന്റെ നിർബന്ധത്താല് അന്ന് 2 പൂച്ചകളെ ഇറക്കിയതായിരുന്നു കേട്ടോ. ഈ പൂച്ച ഇന്നലെ കൂട് തുറന്നപ്പോ ഇറങ്ങി ഓടിക്കാണ്ട് നേരിട്ട് അടുക്കളയിൽ കയറിയതാണ്. പൂച്ചകൾ അങ്ങനെയാണല്ലോ, അടുക്കളാണല്ലോ ഒരിക്കലും ഇഷ്ടം. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവിടുന്ന് ആ ഒരു വീഡിയോ എടുത്ത് അപ്പൊ തന്നെ ഞാൻ അവിടുന്ന് മാറ്റിയിരിക്കുന്നു കേട്ടോ പൂച്ചനെ. അങ്ങനെ കുറെ നേരമൊന്നും അടുക്കളയിൽ നിർത്തിയിട്ടില്ല. ഇപ്പൊ എനിക്ക് കമന്റ് വന്നൊക്കെ പൂച്ചരോമ ആവിച്ചിട്ടാവും, ഫുഡിലേക്കൊക്കെ പാറിച്ചിട്ടായിരിക്കും. ശരിയാണ് കേട്ടോ, അതൊക്കെ ഫുഡിലേക്കൊക്കെ ആയാലും ഭയങ്കര ഡേഞ്ചർ തന്നെയാണ്. പക്ഷെ അതിനുള്ള സമയമൊന്നും അവിടെ നിർത്തിയിട്ടില്ല കേട്ടോ. പൂച്ചനെ വേഗം മേലക്കന്നെ വണ്ടിച്ചിട്ടുണ്ടായിരുന്നു, അവരെ കൂട്ടിലേക്കന്നെ ആക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്ര നല്ലതല്ല പൂച്ചനെ അടുക്കളയിൽ നിർത്തുന്നതിനുള്ളൊരു കമന്റ് വന്നപ്പോ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അവരങ്ങനെ അവിടെ നിർത്തലൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാം. അറിയുന്നവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.